പെണ്ണുങ്ങളൊക്കെ പിശാചുക്കളാണ്. ആ പിശാചിന്റെ സിറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പെണ്ണുങ്ങളെ പറ്റി അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു. അലിയാർ തങ്ങൾ ആരാണ്? ഫാത്തിമ ബീവിന്റെ ഭർത്താവാണ്. സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് പൊള്ളും. പെണ്ണുങ്ങളെ കുറിച്ച് അലിയാർ തങ്ങൾ പറഞ്ഞു, ഇന്നൻ നിസാഅ ശയാതീനുൻ ഖുലിഖന ലഹു നഊദു ബില്ലാഹി മിൻ ശർരി ശയാതീനി. ഫാത്തിമ ബീവി ഇങ്ങനെ കേൾക്കുകയാണ്. പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞപ്പോ എന്റെ ഉമ്മമാരെ, പെണ്ണുങ്ങളെ കുറ്റം പറയാൻ നിങ്ങളെ നേതാവ് റാളിയത്തുൻ മർളിയയായ ഫാത്തിമ ബീവി ഒരു നിമിഷം അനുവദിച്ചിട്ടില്ല. ഫാത്തിമ ബീവി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് കൊടുത്തു മറുപടി, ഇന്നൻ നിസാഅ റയാഹിനുൻ ഖുലിഖന ലഹു ഫകുല്ലുകും തസ്തഹി ശമ്മർ റയാഹീനു. പെണ്ണുങ്ങൾ റോജാ പുഷ്പങ്ങളാണ്. പെണ്ണുങ്ങൾ റോജാ പുഷ്പങ്ങളാണ്. പെണ്ണുങ്ങളെ കുറ്റം പറയേണ്ട ആണുങ്ങളെ ഫകുല്ലുകും തസ്തഹി ശമ്മർ റയാഹീനു. ആ പെണ്ണാകുന്ന റോജാ പുഷ്പത്തിനെ ഒന്ന് വാസനിക്കാൻ താല്പര്യമില്ലാത്ത ആണുങ്ങളാരാ? പെണ്ണ് കെട്ടണ്ട എന്ന് പറഞ്ഞ പറമണിമാരാണുള്ളത്. ഏത് വിഐപിയും വിവിഐപിയും അതിന്റെ അപ്പുറത്തുള്ള ആളും പറ്റാത്തോണ്ടല്ലേ 4-5 മുന്നിട്ടു. പച്ചനുണ്ടാ ഒന്നിട്ടുണ്ട്. പച്ചയാണെങ്കിൽ 4-5 മുന്നിട്ടു. പൂതി മനസ്സിലുണ്ട്, ചെയ്യാൻ പറ്റില്ലല്ലോ, പെരി കത്തിക്കുത്തടക്കൂല. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി പറയാണ്, ഇന്നൻ നിസാഅ റയാഹിനും, പെണ്ണുങ്ങൾ റോജാ പുഷ്പങ്ങളാണ്, ഇരിക്കിടക്ക റോജാ പുഷ്പങ്ങളാണ്. ഫകുല്ലുകും തസ്തഹി. നിങ്ങൾ അറിയോ നായ അല്ലേ? നായയുടെ ഭാര്യ ആരാ? നായയുടെ ഭാര്യ ആരാ? പട്ടിയാണ് അല്ലേ? ഒരു പട്ടി റോട്ടും കൂടി പോകുമ്പോ ഒരു നായ ഇങ്ങനെ നോക്കിക്കോ? നിക്കൂല. ഏതെങ്കിലും ഒരു പെൺവർഗം റോട്ടിലൂടെ, കോഴിയോ പൂച്ചയോ കാക്കയോ ആടോ പശുവോ എരുമയോ ഏതാവട്ടെ, ഏതെങ്കിലും ഒരു പെൺവർഗം നടന്നു പോകുമ്പോ ആൺവർഗം ഇങ്ങനെ നോക്കൂല. എന്നാ തലച്ചോറും തന്റെയോടും ബുദ്ധിയൊക്കെ ഉള്ള ആണുങ്ങള് കാരണം സ്കൂൾ വിടാൻ നേരത്തും കോളേജിന് പക്കത്തൊക്കെ ഇരുന്നിട്ട് പെൺകുട്ടികളെ നടന്നു പോകുമ്പോ അവന്റെ കണ്ണടയ്ക്കുന്നുണ്ട് കൊടുക്കാൻ തോന്നും. അവനക്ക് വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. അവങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഖുൽ മുഅ്മിനീന, നബിയേ മുഅ്മിനീങ്ങളായ ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, യഉല്ലു മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകളെ ചിമ്മി വെക്കാൻ നിങ്ങളെ കണ്ണുകളെ അടക്കണേ. യഉല്ലു മിൻ അബ്സാരിഹിം, നിങ്ങളെ കണ്ണുകളെ അടക്കാൻ നിങ്ങൾ ആണുങ്ങളോട് പറയണം നബിയേ. വയഹ്ഫദന ഫുറൂജഹും, അവരെ ഗുഹ്യസ്ഥാനങ്ങളെ പരസ്ത്രീ ബന്ധത്തിൽ നിന്ന് സൂക്ഷിക്കുവാൻ, കണ്ണടച്ചു വെക്കാൻ. സ്ത്രീകളെ വട്ടമിട്ട് പരുന്തിനെ പോലെ പറക്കുന്ന നാണവും മാനവുമില്ലാത്ത പൂവാലന്മാർ എന്ന് മാത്രം പേര് ശ്രദ്ധിച്ച് പോലീസിന്റെ വിസിൽ സംവിധാനം പോലും ഇത്തരം നാണമില്ലാത്ത ആൺമക്കളെ പിടിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ട് വെച്ചിട്ട് നടക്കരുതേ. ആണായി നടക്കണേ, പെണ്ണായി നടക്കണേ. നാണവും മാനവുമില്ലാതെ പെണ്ണിന്റെ വായി നോക്കാൻ വേണ്ടി മാത്രം ബൈക്കെടുത്ത് കറങ്ങുന്ന എന്റെ ജ്യേഷ്ഠന്മാരോട് ഞാൻ പറയട്ടെ, ഇത് അല്ലാഹുവിന്റെ ഓർഡറാണ്, ദൈവം തമ്പുരാന്റെ ഓർഡറാണ്, ജബ്ബാറിന്റെ ഓർഡറാണ്. ഖുൽ നബിയേ, അങ്ങ് പറയണം നബിയേ, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് യഉല്ലു മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകളെ ഒന്ന് സൂക്ഷിക്കാൻ പറയണേ. വയഹ്ഫദന ഫുറൂജഹും, അവരെ ഗുഹ്യസ്ഥാനങ്ങളെ ഒന്ന് കടിച്ചു വെക്കാൻ പറയണം നബിയേ. ദാലിക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് ആണുങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പെണ്ണുങ്ങളോട് തൊട്ടടുത്ത ആയത്തിൽ പെണ്ണുങ്ങളോട് പറയുന്നു. ആണുങ്ങളോട് പറഞ്ഞു കണ്ണ് സൂക്ഷിക്കാൻ, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാൻ, ഇത് രണ്ട് സൂക്ഷിക്കാൻ. കണ്ണ് തുടക്കം കുറിക്കും, ഗുഹ്യസ്ഥാനം അത് ഫൈനിലെത്തിക്കും. ഇതാണല്ലോ സംഭവം. പെണ്ണുങ്ങളോട് പറഞ്ഞതോ
പെണ്ണുങ്ങളോട് പറഞ്ഞതോ അതേ സൂറത്തിൽ അതേ ആയത്തിന്റെ ശേഷം കുല്ലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞ ആയത്തിന്റെ ശേഷം പറയുന്നു കുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. അല്ലാഹു ആണുങ്ങളോട് രണ്ട് കാര്യം പറഞ്ഞു, കണ്ണ് സൂക്ഷിക്കണേ, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണേ. പെണ്ണുങ്ങളോട് മൂന്നാക്കി മാറ്റി. മൂന്നേതെന്നറിയോ? ഒന്ന് കണ്ണ് സൂക്ഷിക്കണേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന പെണ്ണുങ്ങളെ കണ്ണ് സൂക്ഷിക്കണേ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന പെണ്ണുങ്ങളെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണേ. മൂന്നാമതൊരു കൂടുതൽ കാര്യം എന്താ? വലാ യുബ്ദീന സീനതഹുന്ന നിങ്ങൾ പുറത്തിറങ്ങുമ്പോ വലാ യുബ്ദീന സീനതഹുന്ന പട്ടിച്ചോര കുടിച്ച പട്ടിയുടെ ചുണ്ടിനെ പോലെ ചുണ്ടിൽ മുഴുവനും ചുവന്ന ലിപ്സ്റ്റിക് തേച്ചിട്ട് കണ്ണിൽ മുഴുവനും മൈനിയർ തേച്ചിട്ട് ശരീരത്തിന്റെ വണ്യവടപ്പങ്ങൾ കാണിച്ചിട്ട് മുഖത്ത് പൗഡർ പുരട്ടിയിട്ട് പുരുകം മുഴുവനും പ്ലക്ക് ചെയ്തിട്ട് എന്തൊക്കെ ഹറാമ് പേക്കൂത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ പേക്കൂത്തരങ്ങൾ മുഴുവനും ചെയ്തിട്ട് തെരുവ് തണ്ടിയെ പോലെ റോട്ടിലൂടെ കറങ്ങുന്ന പെങ്ങളെ, നിങ്ങളെ ചൂളം വിളിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങളെ സുഖിപ്പിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങൾക്ക് കൈയടിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങൾക്ക് മിസ് കോൾ അടിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങളെ ബൈക്കിൽ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യമാണ് വലാ യുബ്ദീന സീനതഹുന്ന നിങ്ങളെ ഗ്ലാമർ, നിങ്ങളെ സൗന്ദര്യം, നിങ്ങളെ മുഖം പട്ടിയെ പോലെയല്ല, നിങ്ങളെ പോയം എരുമയെ പോലെയല്ല, നിങ്ങളെ മുഖം ഒട്ടകത്തിനെ പോലെയല്ല, നിങ്ങളെ മുഖം നാടിനെ പോലെയല്ല. നിങ്ങളെ മുഖത്തിന് അല്ലാഹു ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട്, ഒരു ക്വാളിറ്റി തന്നിട്ടുണ്ട്, ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് മോളെ. ആ സൗന്ദര്യത്തിനെ കവച്ച് വെച്ചിട്ട് പുരിക്കം പ്ലക്ക് ചെയ്ത് ഹറാം നീ എന്തിനാ എടുക്കുന്നത്? ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് ക്യൂടെക്സ് പുരട്ടിയിട്ട് ടൈറ്റായ വസ്ത്രം ധരിച്ചിട്ട് ശരീരത്തിന്റെ നിറമുള്ള വസ്ത്രം ധരിച്ചിട്ട് റോട്ടിലൂടെ പോകുന്ന ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്യമാണ് വലാ യുബ്ദീന സീനതഹുന്ന നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിലാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത്, അല്ലാതെ അങ്ങാടിയിലല്ല, പരപുരുഷന്മാരുടെ മുമ്പിലല്ല. ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കണം. ഇന്ന് നേരെ അൾട്ടാ ഉൾട്ടാണ്. പെണ്ണുങ്ങള് അങ്ങാടി കണ്ട് പോകുമ്പോ പടച്ച റബ്ബേ ഉള്ള സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിക്കും. എന്നിട്ട് പോവും അല്ലേ? ഭർത്താവിന്റെ മുമ്പിലോ? ഭർത്താവിന്റെ മുമ്പിൽ 6 മാസം വിട്ടൊരു മാക്സി ഇട്ട് മത്സ്യം മുറിച്ച മത്സ്യത്തിന്റെ വേസ്റ്റ് എല്ലാം കൂടി അത്രക്കതാണ് മത്സ്യത്തിന്റെ വേസ്റ്റുകൾ, മത്സ്യത്തിന്റെ ബാക്കി അത്രയൊക്കെ പുരട്ടിയിട്ട് കരി മാടി പിടിച്ച ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ വരും. മൂപ്പര് മണിയറിയിക്കും. ഭർത്താവ് ചോദിക്കും പ്ലീസ് ഒന്ന് പോയി തരും അല്ലേ? മുമ്പൊരു മുസ്താദ് വയല് പറയുമ്പോ ഒരു ലിസ്റ്റ് കടലാസിൽ എന്താ ഉസ്താദെ, ഭാര്യയോട് കൂടെ ഭർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഒരു സഹോദരി 501 രൂപ സംഭാവന തെങ്ങൻകുയിൽ ആയിഷ. ഭർത്താവ് ഇങ്ങനെ ഭർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഒരു സഹോദരി എന്നൊക്കെ പറഞ്ഞ് നല്ല ദുആ നടത്തി. അല്പസമയം തെങ്ങൻകുയിൽ ആയിഷ, അല്പസമയം കഴിഞ്ഞ് വേറൊരു കത്ത്, ഭാര്യയോട് കൂടെ സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി 1,100 രൂപ. അപ്പൊ അതാരാള്? ഈ ഭാര്യന്റെ ഭർത്താവാണ്. അവൻ ഈ ദുനിയാവിൽ തന്നെ അവളെ കൊണ്ട് അടങ്ങാറ് അനുഭവിക്കണം. അതെ, അവള് സ്വർഗത്തിലാണെങ്കിൽ നമ്മളെ വഹിക്കില്ല, നമ്മൾ ഇവിടെ തന്നെ അവളെ കൂട്ടിപ്പോട്ടി അടങ്ങാറിക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മളായി മാറുകയാണ് അല്ലേ? നമുക്ക് വീട് സമാധാനം ഇല്ല. ചെറുപ്പക്കാരൊക്കെ റോട്ടിലും അവിടെ നിൽക്കണം. രാത്രി 12 മണിക്കും 1 മണിക്കും കാണാൻ റോട്ടും നിൽക്കണം. കല്യാണം കഴിച്ച നല്ല ചെറുപ്പക്കാർ എന്താ വീട്ടിൽ പോവത്തെ? വീട്ടിൽ പോകാൻ ഒരു മൂടില്ല. എന്താ വീട്ടിൽ പോകത്ത്? കല്യാണം കഴിച്ചല്ലേ? കല്യാണം കഴിച്ചിട്ട് പെരയിലൊരു വസ്തു പെണ്ണല്ല, പെരിച്ചാതിയാ. അതിനടുത്ത് കണ്ട് പോയാൽ തുരന്ന് മാന്തി മനുഷ്യനെ അടങ്ങാറാക്കി. ഞാനെന്റെ പോണില്ല, അവിടെ ഹലാക്ക് അവിടെ കിടക്കുക എന്തെങ്കിലും. ഇങ്ങനായി മാറുകയാണ്. നേരെ മറിച്ച് ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോ ഈ പെണ്ണി എത്ര സൗന്ദര്യം പ്രദർശിപ്പിച്ചോ കുഴപ്പമില്ല. ഭർത്താവ് നമ്മളെ തന്നെ ഇനിയിപ്പോ എത്ര സൗന്ദര്യമായിട്ട് എന്താ കല്യാണം കഴിഞ്ഞില്ല, ഇനിയിപ്പോ ഒഴിവാക്കുന്നില്ലല്ലോ. മറ്റുള്ളവരങ്ങല്ല, മറ്റുള്ളവര് എല്ലാവരും നോക്കുകയാണ് അല്ലേ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആണുങ്ങളോട് പറഞ്ഞതിൽ നിന്ന് കൂടുതലായി പറഞ്ഞത് ഈ കൈമലശ്ശേരിയിലുള്ള എല്ലാ പെൺകുട്ടികളും പുറത്തിറങ്ങുമ്പോ
അവരെ അഴകുകൾ പുറത്ത് കാണിച്ചിട്ടാണ് ഇറങ്ങുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അഴകി കാണിച്ച് പുറത്തിറങ്ങരുത്. അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ വശീകരിക്കാൻ ആളുകൾ വരും. എന്റെ സഹോദരിമാര് മനസ്സിലാക്കണേ, നല്ലവരായ സഹോദരന്മാര് മനസ്സിലാക്കണേ. അങ്ങനെ പുറത്തിറങ്ങിയതിന്റെ പേരിലാണ് ആധുനിക ലോകത്ത് നടക്കുന്ന സർവ്വ ആഭാസങ്ങളും സർവ്വ തമ്മാടിത്തരങ്ങളും നടക്കുന്നത്. എന്തുകൊണ്ടാ? എന്താണ് ആ ചരിത്രം എന്നറിയോ? ബഹുമാനപ്പെട്ട മിർസദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സഹാബിയാണ്. ആ സഹാബിയായ മിർസദ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണുമായി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു പെണ്ണുമായി പ്രേമമുണ്ടായിരുന്നു, ഒരു പെണ്ണുമായി പ്രേമത്തിലായിരുന്നു. പിൽക്കാലത്ത് ആ സഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആ സഹാബിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. മക്കയിൽ തടവിലാക്കപ്പെട്ട അടിമകളെ മുഴുവനും പാതിരാത്രി കൊണ്ടുപോയിട്ട് അവരെ കെട്ടയച്ചിട്ട് മദീനയിലേക്ക് കടത്തി കൊടുക്കുന്ന ഒരു സഹാബിയാണ് മിർസദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം മിർസദ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് അടിമകളെ കടത്തിയിട്ട് പാതിരാത്രി നിശബ്ദമായി നടന്നു വരുമ്പോ ബാക്കിൽ നിന്നൊരു ചൂളം വിളി കേൾക്കുകയാണ്. മിർസദ് റളിയല്ലാഹു അൻഹു നെല്ലെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. ആരായിലെത്തി കാണുന്നില്ല, വെളിച്ചമില്ലാത്ത കൊണ്ട് കാണുന്നില്ല. ആരാ നീ? ആരാ? ആ പെണ്ണ് പറഞ്ഞു, എന്നെ അറിയില്ലേ? അനാഖ്, ഞാൻ അനാഖാണ്. അനാഖ് എന്ന് പറഞ്ഞപ്പോ മിർസദിന്റെ മനസ്സിൽ വന്നു, പണ്ട് പ്രേമിച്ച ഒരു സൗന്ദര്യ പെൺകുട്ടിയാണ്. ഈ നേരത്തെന്താ അനാഖേ ഇവിടെ? മിർസദേ, ഒരുപാട് ദിവസങ്ങൾ നമ്മൾ പ്രേമിച്ചു കഴിഞ്ഞവരാണ്. ഇന്ന് നമുക്ക് ഒത്തൊരുമിക്കാൻ പറ്റിയ രാത്രിയാണ്. അതുകൊണ്ട് മിർസദേ വാ, നമുക്കൊന്ന് സല്ലപിക്കാം. മിർസദ് റളിയല്ലാഹു അൻഹുവിനെ അനാഖ് എന്ന സൗന്ദര്യവതി വിളിച്ചപ്പോ മിർസദ് റളിയല്ലാഹു അൻഹു അനാഖിനോട് പറഞ്ഞു, അനാഖേ, നാളെ മീസാൻ എന്ന തുലാസിൽ അല്ലാഹു നന്മ തിന്മ തൂക്കുമ്പോ ഒരു വ്യഭിചാരത്തിന്റെ ശിക്ഷ നിനക്ക് വേണോ? അനാഖ്, അനാഖ് ഈമാൻ ഇല്ലാത്ത പെണ്ണാണ്. അവൾ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, പരിഭവമില്ല. അനാഖ് പറഞ്ഞു, മിർസദേ, ഈ രാത്രി ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടില്ലെങ്കിൽ ഞാൻ ഈ മുശ്രിക്കീങ്ങൾക്ക് നിന്നെ ഒറ്റുകൊടുക്കും. മിർസദേ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, അനാഖെ കൊടുത്തോ. അനാഖ് വിളിച്ചു പറഞ്ഞു, ഇതാ അടിമകളെ മുഴുവനും പാതിരാത്രി വന്നിട്ട് കെട്ടഴിച്ചു വിടുന്ന മിർസദ് ഇതാ ഇവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോ വടിവാളും കടാരയുമായി മക്കയുള്ള മുശ്രിക്കുകൾ ചീറിയടുക്കുമ്പോ ബഹുമാനപ്പെട്ട മിർസദ് റളിയല്ലാഹു അൻഹു ഓടി 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 മക്കയിലെ പാറയുടെ മുകളിൽ കയറുമ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി മിർസദ് തങ്ങൾ ഓടുകയാ. ക്രമേണ കുറ്റം ചെയ്തത് കൊണ്ടല്ല, കൊലപാതകം ചെയ്തത് കൊണ്ടല്ല, മോഷണം ചെയ്തത് കൊണ്ടല്ല, ഒരു സൗന്ദര്യമായ പെണ്ണിന്റെ വ്യഭിചാരത്തിന് വിളിച്ചപ്പോ പോവാത്ത ഈമാന്റെ കട്ടികൊണ്ടാ ബഹുമാനപ്പെട്ട മിർസദ് റളിയല്ലാഹു അൻഹു ഒരു മലമുകളിൽ കയറിയിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് ആളുകളൊക്കെ പോയതിന്റെ ശേഷം അടുത്തുള്ള ഒരു വെള്ളത്തിൽ ചെന്ന് കുളിച്ച് വൃത്തിയായിട്ട് നബി തങ്ങളെ ഹദ്റത്തിലേക്ക് ചെന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, മിർസദേ, പുതിയ അനുഭവമുണ്ടോ? നബിയേ, ഉണ്ട് ഉണ്ട്, പുതിയ അനുഭവമുണ്ട്. എന്താ മിർസദേ അനുഭവം? എന്താ നബിയേ? ഇന്നലെ രാത്രി ഞാൻ അടിമകളെ കെട്ടഴിച്ച് വിട്ട് തിരിച്ചു വരുമ്പോ എന്റെ മുൻപത്തെ കാലത്തുള്ള ഫ്രണ്ടായിരുന്ന, എന്റെ സ്നേഹിച്ചിരുന്ന അനാഖ് എന്ന് പറയുന്ന ഒരു പെണ്ണ് എന്നെ വഴിയിൽ ഭീഷണിപ്പിടിച്ച് തടഞ്ഞു വെച്ചു നബിയെ. നരകം പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓടിയതാണ് നബിയെ. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും അവളോടൊരു സ്നേഹമുണ്ട്, ഒരു പ്രേമമുണ്ട്, ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് നബിയെ, അവളെ ഞാൻ മുസ്ലിമാക്കിയിട്ട് കല്യാണം കഴിക്കട്ടെ നബിയേ. എന്റെ ചെറുപ്പക്കാര് ശരിക്കും കേട്ടോ, അവളെ മുസ്ലിമാക്കിയിട്ട് ഞാൻ കല്യാണം കഴിക്കട്ടെ നബിയേ. നബി തങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു? ചെറുപ്പക്കാരെ, ഈ കൈമലശ്ശേരിയില ഒരു ഹിന്ദുവായ പെൺകുട്ടി, അവളെ ഞാൻ മുസ്ലിമാക്കിയിട്ട് കല്യാണം കഴിക്കട്ടെ എന്ന് നിങ്ങൾ ചോദ്യമുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ഒരു ചോദ്യമാണ് മിർസദ് തങ്ങൾ ചോദിച്ചത്. നബി തങ്ങൾ പറഞ്ഞു, മിർസദേ, എനിക്ക് മറുപടി പറയാൻ വെണ്ണിൽ നിന്ന് മണ്ണിലേക്ക് സന്ദേശം
ഇറങ്ങേണ്ടതുണ്ട്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആന്റെ ആയത്തുമായി ഇറങ്ങുകയാ. എന്താ ആയത്ത് എന്നറിയോ? അസ്സാനിയത്തു ലാ യസ്നി അസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ അസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക വസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക. കേട്ടോളി, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. മിർസദ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം അനാഖിനോട് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇഷ്ടമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ചെറുപ്പക്കാരൊക്കെ പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടാല് ഉമ്മ പറയും വേണ്ട, എന്നാലും കേൾക്കൂല. ബാപ്പ പറയും വേണ്ട മോനെ, ഉസ്താദ് പറയും മോനെ അവള് വളരെ മോശപ്പെട്ട പെണ്ണ, എനിക്കറിയില്ലേ, കല്യാണം കഴിക്കണ്ട. നാട്ടുകാർ മുഴുവനും പറയും, കാളി പറയും, മുഴുവൻ ആളുകളും മദ്യം പറയും. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ട പറയും അത് വേണ്ട, ചെറുപ്പക്കാരെ നമുക്ക് പറ്റൂല, അവൻ മദ്യപാനിയാണ്, വ്യഭിചാരിയാണ്. എന്റെ മനസ്സിൽ അവനോട് ഇഷ്ടം വന്നു പോയിട്ടുണ്ട്, അവൻ തന്നെ കേട്ടോളൂ. ശരിക്ക് ഞാൻ പറഞ്ഞ വഴി പറഞ്ഞു വരാം. അനാഖ് എന്ന് പറയുന്ന പെണ്ണിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ബഹുമാനപ്പെട്ട മിർസദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തിറങ്ങി. മിർസദേ അസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ. ഈ കൈമലശ്ശേരിയിലെ പ്രിയപ്പെട്ട പെങ്ങള് മനസ്സിലായിക്കോ, എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കിക്കോ. മൊബൈലിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ കണ്ണിക്കണ്ട പെണ്ണിന്റെ അടുക്കലേക്ക് മുഴുവനും വ്യഭിചാര താല്പര്യത്തോടുകൂടെ കടന്നു പോകുന്ന കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരുമായ ചെറുപ്പക്കാർ ഇത് കുറിച്ചു വെക്കണേ, എന്റെ പെങ്ങന്മാര് കുറിച്ചു വെക്കണേ. അസ്സാനിയത്തു ഒരു വ്യഭിചാരിയായ പെൺകുട്ടി ലാ യൻകിഹുഹാ അവളെ കല്യാണം കഴിക്കുകയില്ല ഇല്ലാ സാനിൻ ഒന്നുകിൽ അവളെ ഭർത്താവ് വ്യഭിചാരനായിരിക്കും, ഔ മുശ്രിക അല്ലെങ്കിൽ അവളെ ഭർത്താവ് തമ്മാടിയായിരിക്കും. വസ്സാനി ഒരു വ്യഭിചാരിയായ ആണ്, ഒരു ചെറുപ്പക്കാരൻ, അവൻ ഗൾഫിലോ നാട്ടിലോ 500 2000 കൊടുത്തിട്ട് ഏതോ ഒരു ദൗർബല്യ നിമിഷത്തിൽ ഒരു പെണ്ണിനെ ജിമാ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വ്യഭിചാരത്തിലേക്ക് പറന്നു പോയ ചെറുപ്പക്കാരെ, വ്യഭിചാരത്തിലേക്ക് പറന്നു പോയ പെങ്ങളെ, ഖുർആൻ പറയുകയാണ് വ്യഭിചരിച്ച ആണേ നിന്റെ ഭാര്യ ഒന്നുകിൽ വ്യഭിചാരിയാണ്, അതല്ലെങ്കിൽ അവള് മുശ്രിക്കത്താ. വ്യഭിചരിച്ച പെണ്ണോ അവളുടെ ഭർത്താവ് വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ തമ്മാടിയാണ്, മുശ്രിക്കാണ്. അതുകൊണ്ട് മിർസദേ അനാഖ് വ്യഭിചാരിയാണ്. ഇസ്ലാമില്ലാത്ത സമയത്ത് പാതിരാത്രി അന്യനായ ഒരു പുരുഷനാകുന്ന നിന്നെ പ്രാപിക്കാൻ വന്ന അനാഖ് വ്യഭിചാരിയാണ്. അതുകൊണ്ട് വ്യഭിചാരി പെണ്ണ് വേണ്ട അനാഖ്, അവളെ തമ്മാടിയാണ്, അവളെ വേണ്ട മിർസദേ. മിർസദ് റളിയല്ലാഹു അൻഹു എനിക്കിത് പറ്റൂല, ഞാൻ മുസ്ലിമായി കെട്ടിക്കോളാം, അപ്പൊ കൂലി 5 ആവൂലേ? അതൊന്നുമല്ല നബിയെ, എനിക്ക് വേണ്ട, ഞാൻ അനാഖിനെ ഒഴിവാക്കി. എന്തൊരു ഈമാനാണത്! യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ പറഞ്ഞില്ലേ, ഇമ്രത്തുൽ അസീസി, അസീസ് രാജാവിന്റെ ഭാര്യയാകുന്ന സുലൈഖ മോശപ്പെട്ടവളാണോ? അസീസ് രാജാവിന്റെ ഭാര്യയാകുന്ന സുലൈഖ വാതിലുകൾ കൊട്ടിയടച്ചു. ഖുർആനാണ്. നമ്മളെ പോലെ മജ്ജമാംസ്യമുള്ള കല്യാണം കഴിക്കാത്തവരാണ് യൂസുഫ്. വാതിൽ കൊട്ടിയടച്ചു. അറിയോ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടകടച്ച് നയന മനോഹരമായി എല്ലാ തയ്യാറെടുപ്പോടുകൂടെ സുലൈഖ നിന്നപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ മാറണേ, എന്റെ റബ്ബ് കാണുന്നുണ്ട്. സുലൈഖ പറഞ്ഞു, അത്രേ, നീ എങ്ങാനും സമ്മതിച്ചില്ലെങ്കിൽ അസീസ് രാജാവിനോട് ഒറ്റ കൊടുത്തിട്ട് യൂസുഫേ നിന്നെ ഞാൻ ജീവിതം മുഴുവനും ജയിലടക്കാൻ പറയും. എന്താ പറയാ, വേണ്ട, തൽക്കാലം ഒരു സുഖമല്ലേ. യൂസുഫ് നബി മാറി നിന്നിട്ട് ദുആ ചെയ്യുന്ന, അല്ലാഹുവേ റബ്ബി ഇന്നി അഹബ്ബു സിജ്നു ഇലയ്യ, അല്ലാഹുവേ ഈ വ്യഭിചാരം ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം നിന്റെ ജയിലാണ് അല്ലാഹ്. അങ്ങനെ ജയിലിലേക്ക് യൂസുഫ് നബി നടന്നു പോയത് വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാ.
മറിയം ബീവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? വമറിയ ബിനത്ത് ഇമ്രാന അല്ലതി അഹ്സനത് ഫർജഹാ. മറിയം ബീവിയെ കുറിച്ച് ആയിഷ ബീവിയുടെ പേരിൽ ഒരു സൂറത്തില്ല. ഫാത്തിമ ബീവിയെ കുറിച്ച് ഖുർആനിൽ ഒരു അധ്യായമില്ല. ആസിയ സൂറത്തു ആസിയ ഇല്ല, സൂറത്തു ആയിഷ ഇല്ല, സൂറത്തു ഫാത്തിമ ഇല്ല, സൂറത്തു ഖദീജ ഇല്ല. പെണ്ണിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു സൂറത്തു മറിയം. പവർ കേട്ടോ, ഈമാനുള്ളവന് അല്ലാഹു കൊടുക്കുന്ന പവർ കേട്ടോ. ഫാത്തിമ ബിയുടെയും ആയിഷ ബിയുടെയും ഖദീജ ബിയുടെയും പേരിൽ സൂറത്ത് കൊടുക്കാത്ത അല്ലാഹു കൊടുത്തു സൂറത്തു മറിയം. എന്താ മറിയം ബീവിന്റെ പവർ? എന്താ? അല്ലതി അഹ്സനത് ഫർജഹാ. ഒരു ഭർത്താവില്ലാതിരുന്നിട്ട് പോലും തന്റെ ഗുഹ്യസ്ഥാനം പരമാധികാരത്തോടുകൂടെ പരിശുദ്ധമായി ശ്രദ്ധിച്ച പെണ്ണാണ് മറിയം. മറിയം ബീവിക്ക് പോലും അള്ളാഹു പവർ കൊടുത്തു. എന്തുകൊണ്ടാണ്? വ്യഭിചാരത്തിൽ നിന്ന് മാറി എന്നതാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്താ വ്യഭിചാരിക്കുള്ള ശിക്ഷ? എന്താ? നമ്മുടെ നാടുകളിലൊക്കെ എത്രയോ പെൺകുട്ടികൾ, നിങ്ങൾ ശരിക്കും കേൾക്കണേ, എത്രയോ പെൺകുട്ടികളാണ് മൊബൈൽ ഫോണിന്റെ വാട്സപ്പിലൂടെ, യൂട്യൂബിലൂടെ, നെറ്റിലൂടെ അവിഹിതമായി പാതിരാത്രിയുടെ യാമങ്ങളിൽ ഏതൊക്കെയോ ചെറുപ്പക്കാരോട്, അത് ഹൈന്ദവന്മാരുണ്ട്, അത് ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, ഏതൊക്കെയോ ചെറുപ്പക്കാരോട് ചാറ്റിംഗ് നടത്തുന്ന, ചീറ്റിംഗ് നടത്തുന്ന ഏതെങ്കിലും ഒരു മകളോ ഒരു ഭാര്യയോ ഒരു പെങ്ങളോ പാവപ്പെട്ട ഒരു പ്രവാസി ഗൾഫിന്റെ മരുഭൂമിയിൽ അധ്വാനിക്കുമ്പോ ആ പ്രവാസിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ആ പ്രവാസി കൊടുത്തേക്കുന്ന പണങ്കുത്തിന്റെ പളപളപ്പ് കൊണ്ട് നാട്ടിൽ മുഴുവനും കുണുങ്ങി കുണുങ്ങി നടക്കുന്ന പെങ്ങളെ, ആ പ്രവാസിയെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ? എന്താ പ്രവാസിയുടെ അവസ്ഥ? എന്താ? പ്രവാസി എന്ന് പറഞ്ഞാൽ പേരിന്റെ പ്രവാസിയാ. അവരെ ഭാര്യയില്ല, അവരെ ഉമ്മയില്ല, അവരെ മക്കളില്ല. ഇവിടെ വന്നിട്ട് ഫാന്റും ഷോട്ടും കോട്ടും ഇട്ട് നടക്കുമ്പോ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഭർത്താവ് നല്ല സുഖത്തിലാണെന്ന്. പൊന്നുമോളെ, 2 കൊല്ലവും 3 കൊല്ലവുമൊക്കെ നിന്റെ പാവപ്പെട്ട ഭർത്താവ് അവന് ഉറങ്ങാതെ നിന്നെയും മക്കളെയും ഇവിടെ ഉറക്കുകയല്ലേ. അവർക്ക് 2 മണിക്കൂറാണ് ഉറക്കമുള്ളത്. ആ ഉറക്കങ്ങളിൽ അവർക്ക് ബാത്റൂമിൽ പോകണം, അതിനിടയിൽ അവർക്ക് വസ്ത്രം അലക്കണം, ഭക്ഷണം പാകം ചെയ്യണം, വസ്ത്രമെല്ലാം തയ്യാറാക്കണം. എല്ലാം ചെയ്യാൻ രാത്രി 2 മണിക്കൂർ, ബാക്കി 18 മണിക്കൂർ ജോലിയാ. അറബിയുടെ തെറി കേട്ട്, ഗഫീറിന്റെ ചീത്ത കേട്ട് അടിമയെ പോലെ അറേബ്യൻ മരുഭൂമിയിൽ വിയർത്തൊഴിക്കുന്ന പാവപ്പെട്ട പ്രവാസി, ആ ഗൾഫിലെ ഭർത്താവ് അവന് ഉറങ്ങുന്നില്ല. നിങ്ങൾ ഇവിടെ ഉറങ്ങുകയാ, അവര് തിന്നുന്നില്ല. പച്ചക്കുപ്പൂസ് കഴിച്ചിട്ട് 10 രൂപ എന്റെ ഭാര്യക്കുണ്ടാക്കട്ടെ, പച്ചക്കുപ്പൂസ് കഴിച്ചിട്ട് എന്റെ മക്കളെ പഠിപ്പിന് വേണ്ടി, മക്കൾക്ക് വാഹനമായി കൊടുക്കാൻ വേണ്ടി, അവർക്ക് ഫീസ് കെട്ടാൻ വേണ്ടി, മകളെ കെട്ടിക്കാൻ വേണ്ടി, വീട് വെക്കാൻ വേണ്ടി ഗൾഫിൽ അധ്വാനിക്കുന്ന പാവപ്പെട്ട ഗൾഫുകാരൻ, ആ ഗൾഫുകാരന്റെ ഭാര്യ അവരയക്കുന്ന കാശുകളെ കൊണ്ട് തിരൂര് പോയിട്ട് 5000ന്റെ ചുരിദാറെത്തിട്ട് ഈ നാട് മുഴുവനും ചുറ്റിക്കറങ്ങുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പ്രവാസികളുടെ ഭാര്യമാരെ പാവമാണവർ ഓർത്തിടണേ. പച്ച തേടി പിച്ച വെച്ച് പോയതല്ലയോ അന്ന് ഭാര്യമാർക്കായി ജീവിതം ഊരുകിയില്ലയോ. പ്രവാസികളുടെ ഭാര്യമാരെ പാവമാണവർ ഓർത്തിടണേ. പച്ച തേടി പിച്ച വെച്ച് പോയതല്ലയോ അന്ന് ഭാര്യ മക്കൾക്കായി ജീവിതം ഉരുകിയില്ലയോ. പട്ടിണിയും പരിവമായി ചുട്ട് പൊള്ളും മരുഭൂമിയിൽ ചട്ടുകം പോൽ കിട്ടും തൊട്ട് കാശുകൾ വാങ്ങി നമ്മൾ ചിട്ടയില്ല റോഡിലായി നീരങ്ങിക്കുണുങ്ങി. ഗൾഫുകാരുടെ നോട്ടിനുള്ളിലുണ്ട് വിയർപ്പിന്റെ ഗന്ധം, യൗവനവും ജീവിതവും ഉരുകി ഉരുകി. കുഞ്ഞു മക്കളെ കാണാതെ എത്ര നാളുകൾ നീങ്ങി.
അസുഖനേരം കഞ്ഞി നൽകാൻ, ദുഃഖനേരം ശാന്തി നൽകാൻ. ഉമ്മയില്ല, ഭാര്യയില്ല, ഉറ്റവരില്ല. കണ്ണീർ കരഞ്ഞ് കരഞ്ഞ് പ്രവാസികൾ തലയാണ നനഞ്ഞു. 10 പൈസ ചിലവഴിക്കും നേരം മോളെ ഓർത്ത് വെക്ക്, നിന്റെ പൊന്നും ഭർത്താവിൻ്റെ നരക ജീവിതം. അവിടെ തലനരച്ച് കഷണ്ടിയായി ഉരുകി ജീവിതം. പൊന്നു ഭർത്താവിന്റെ ഗൾഫിന്റെ വിയർപ്പിന്റെ തുള്ളികളെ കൊണ്ട് സമ്പാദിക്കുന്ന, നരച്ച മുടി സമ്മാനമായി കിട്ടുന്ന, കഷണ്ടി സമ്മാനമായി കിട്ടുന്ന, ചുളിഞ്ഞ ചർമ്മവുമായി വീട്ടിലേക്ക് വരുമ്പോ ആ കിട്ടുന്ന കാശ് കൊണ്ട് മൊബൈലിലൂടെ വാട്സപ്പിലൂടെ എത്രയോ പെൺകുട്ടികളാ വീടുണ്ടാക്കിയിട്ട് ആ വീട് താമസമാക്കാൻ വേണ്ടി ഭർത്താവ് വരുമ്പോ ഭാര്യയെ കാണാനില്ല. 2 മക്കളുള്ള പെണ്ണ്, 3 മക്കളുള്ള പെണ്ണ്, ഭർത്താവുള്ള പെണ്ണ്, ഭർത്തൃമതിയായ പെണ്ണ് കണ്ണി കണ്ട ചെറുപ്പക്കാരോടുകൂടെ ഓടിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു പെണ്ണ് ഒരിക്കലും അങ്ങനത്തെ ബന്ധം ഈ കൈമലശ്ശേരിയിലുള്ള ഏതെങ്കിലും ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ ഉണ്ടെങ്കിൽ അല്ലാഹനെ പേടിക്കണേ പെങ്ങളെ, അല്ലാഹനെ പേടിക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങളെ ഗുഹ്യസ്ഥാനം മാത്രമല്ല വ്യഭിചാരം ചെയ്യുന്നത്, നിങ്ങളുടെ ഐനാനി തസ്നിയാനി, നിങ്ങളെ 2 കണ്ണ് വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുമാ അന്നദുറു, നിങ്ങളെ കണ്ണിന്റെ വ്യഭിചാരം അത് അശ്ലീലമായ നോട്ടങ്ങളാകുന്നു. അത് ഫോണിലാവട്ടെ, അത് ഏത് ടെക്നോളജിയിലാവട്ടെ, ആരാന്റെ പെണ്ണിന്റെ അന്യ പെണ്ണിന്റെ ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഏതോ പെണ്ണിന്റെ വേണ്ടാത്ത സെക്സ് എടുത്തിട്ട് പാതിരാത്രി ബെഡ്റൂമിൽ വാതിൽ കുറ്റിയിട്ടിട്ട് ഉമ്മാനെ പേടിയില്ലാതെ, ബാപ്പാനെ പേടിയില്ലാതെ, ഗൾഫിലെ ഭർത്താവിനെ പേടിയില്ലാതെ, ആരെയും പേടിക്കാതെ നിന്റെ ബെഡ്റൂമിൽ പാതിരാത്രി വേണ്ടാത്രങ്ങൾ കാണുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരണം വരെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കുകയാ. അറിയോ, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ പാതിരാത്രി റൂമിൽ വന്നിട്ട് മൊബൈലിൽ വേണ്ടാത്രങ്ങൾ കണ്ട് 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 അറിയാതെ ഉറങ്ങിപ്പോയി. നേരം വെളുക്കുമ്പോ ഉമ്മ വന്ന് വാതിലിന് മുട്ടി വിളിക്കുന്നില്ല, ശബ്ദിക്കുന്നില്ല, മിണ്ടുന്നില്ല, കുറെ മുട്ടി നോക്കി വിളിക്കുന്നില്ല. അവസാനം ജനവാതിലിന്റെ ചില്ല് തകർത്തിട്ട് ഒരു മരം കൊണ്ടുവന്ന് മകന്റെ കാലിന് കുത്തുമ്പോ മകൻ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുകയാ. മൊബൈലിൽ അശ്ലീലം ഓഫ് ചെയ്തിട്ടില്ല, അശ്ലീലം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. മകൻ കമഴ്ന്ന് കിടക്കുന്നു. മകനെ വാതിൽ ചവിട്ടി പൊളിച്ചു നോക്കുമ്പോ ആ മകൻ സൈലന്റ് അറ്റാക്കായി മരിച്ചതാ. മൂക്കിലൂടെ രക്തം വന്നിട്ട്, വായിലൂടെ നൊര വന്നിട്ട്. സഹോദരങ്ങളെ, പാതിരാത്രി ബെഡ്റൂമിൽ വേണ്ടാത്രങ്ങൾ കാണുന്ന, സർവ്വ മൊബൈലിലും വേണ്ടാത്രങ്ങളാ, സർവ്വ കമ്പ്യൂട്ടറിലും വേണ്ടാത്രങ്ങളാ. അള്ളാന്റെ കണ്ണ് വെട്ടണ്ട മോനെ, അള്ളാന്റെ കണ്ണ് വെട്ടണ്ട മോളെ, അള്ളാഹുവിനെ പൊട്ടനാക്കണ്ട പെങ്ങളെ. ഈ തിരൂരും താന്നൂരും മഞ്ചേരിയും ഒക്കെ എത്രയോ കണ്ണുപൊട്ടന്മാരാ. അവർക്ക് റബ്ബ് തആല കണ്ണു കൊടുത്തില്ല. അവർ ഉമ്മാനെ കണ്ടിട്ടില്ല, അവര് ബാപ്പാനെ കണ്ടിട്ടില്ല, അവര് ഭാര്യമാരെ കണ്ടിട്ടില്ല, അവരെ മക്കളെ കണ്ടിട്ടില്ല, അവരെ നാട്ടുകാരെ കണ്ടിട്ടില്ല, അവരെ വീട് കണ്ടിട്ടില്ല, അവര് ഗൾഫ് കണ്ടിട്ടില്ല. നമ്മളോ, നമുക്ക് 2 കണ്ണ് തന്നിട്ട് ആ കണ്ണുകൊണ്ട് വേണ്ടാത്രങ്ങൾ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കണ്ണുകൊണ്ട് വ്യഭിചാരം വരുത്, നാക്കുകൊണ്ട് വ്യഭിചാരം പാടില്ല. ആരും അറിയാതെ മൊബൈല് നിന്റെ കാമുകിയോട് നീ സൊറ പറയുമ്പോ, നിന്റെ കാമുകനോട് നീ സൊറ പറയുമ്പോ ബാപ്പ പേടിക്കാനില്ല, ഉമ്മ പേടിക്കാനില്ല, ഉപ്പ പേടിക്കാനില്ല, ഭർത്താവ് പേടിക്കാനില്ല. പക്ഷേ മോളെ, രുചിയുള്ള വിഭവം എന്നു നീ ധരിച്ചില്ലേ, വിഷമുള്ളതാണതു തിന്നു നീ മരിക്കല്ലേ. രുചിയുള്ള വിഭവം എന്നു നീ ധരിച്ചില്ലേ, വിഷമുള്ളതാണതു തിന്നു നീ നശിക്കല്ലേ. രുചിയുള്ള വിഭവം എന്ന് നീ ധരിച്ചു വെച്ചു. അപ്പൊ ശരിയല്ലേ, രുചിയുള്ള വിഭവം. നമ്മക്ക് പെണ്ണുങ്ങളോട് ടൈം പാസ്സാണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ടൈം പോകാൻ വേണ്ടി വെറുതെ മൊബൈലിൽ മിസ് കോൾ അടിക്കുക. ഒരു പെണ്ണാണെന്ന് അറിയുമ്പോൾ ആദ്യം സോറി ട്ടോ റോങ് നമ്പറാണ് കട്ടാക്കും. പിന്നെ ചിന്തിക്കണം, അവൻ ചരക്കടില്ലല്ലോ, പെണ്ണിന്റെ കൂറ്റൊഴപ്പില്ലല്ലോ, സാറാണ് ഒന്നും കൂടി ഹലോ താത്ത നിങ്ങൾ എവിടെ,
ഞാൻ ഇന്ന കൈമശേലിയാണ്. ഇതാരാണ്? ഇത് നിങ്ങളൊരു ഭർത്താവിന്റെ സുഹൃത്താണ്. ആരാണ്? ഇത് ഭർത്താവിന്റെ സുഹൃത്താണ്. സുഹൃത്ത് എനിക്ക് വിളിക്കണ്ട. ആരാ വിളിക്കാൻ? കട്ടാക്കി. പിന്നെ വിളിക്കും. സാലിഹത്തായ പെണ്ണിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. അല്ലാത്തോളം ഒന്നാമത്തെ തന്നെ ജോയിന്റ് തീർക്കും. അല്ല, സാലിഹത്തായ അമ്മ കട്ടാക്കും. പിന്നെ വിളിക്കും. എന്താ താത്ത നിങ്ങൾ ചൂടാവേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് വേണ്ടതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നല്ല നിങ്ങളെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു വെറുതെ വിളിച്ചതാണ്. നിങ്ങൾ ചൂടാവല്ലേ. അങ്ങനെ ഒരു 8-10 ഫോം വരുമ്പോ പെണ്ണിന് തോന്നും എന്താ അപ്പൊ ഞാനിങ്ങനെ സ്ട്രോങ് ആയി പറയേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ ഫോണിലൂടെ മെല്ലെ ബന്ധം സ്ഥാപിച്ച് ആണും പെണ്ണും 2 മക്കളുള്ള പെണ്ണുങ്ങൾ, 3 മക്കളുള്ള പെണ്ണുങ്ങൾ സ്കൂളിലും കോളേജിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികൾ ബാപ്പമാര് കൊടുക്കുന്ന വലിയ വലിയ മൊബൈലുകളെ കൊണ്ട്. പണ്ടൊരു പെണ്ണിന് മൊബൈൽ വിളിക്കാൻ നാണമായിരുന്നു, മാനക്കേടായിരുന്നു. ഒരു വേശ്യപ്പെണ്ണിന്റെ കയ്യിലാണ് മൊബൈൽ ഉണ്ടാവുക. തിരൂർ സ്റ്റാൻഡിൽ മൊബൈൽ വെച്ച് കറങ്ങുന്ന പെണ്ണ് അവർ 2ാം നമ്പർ പെണ്ണാണെന്ന് ബുദ്ധിയുള്ളവനറിയാം. ഹാജിയാരുടെ മകളും മൊയ്ലിയാരുടെ മകളും തങ്ങന്മാരുടെ മകളും പ്രമാണിയുടെ മകളും പ്രസിഡന്റിന്റെ മകളും വലിയ വലിയ മൊബൈൽ ഫോൺ ചെവിട്ടിൽ വെച്ചിട്ട് അങ്ങാടിയിലൂടെ കറങ്ങുമ്പോ, ടാബ് കൊടുത്തിട്ട് അങ്ങാടിയിലൂടെ കറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുന്നു, വ്യഭിചാരമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യഭിചാരിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്താ? അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദാ. ചെറുപ്പക്കാരൊക്കെ ശരിക്ക് കേട്ടോടി. വ്യഭിചാരിയായ ഒരു മനുഷ്യനക്കുള്ള ശിക്ഷ തരങ്ങള് അവനെ 100 അടി അടിക്കണം. ചാട്ടവാറ് കൊണ്ട് 100 അടി. എങ്ങനെയാ അടിക്കേണ്ടത്? 100 അടി. ഒരു മനുഷ്യനെ, ഒരു പൂച്ചനല്ലല്ലോ, ഒരു മനുഷ്യനെ 100 ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ. ആ നിയമം എങ്ങാനും നമ്മുടെ നാട്ടിൽ വന്നാൽ എത്ര ചെറുപ്പക്കാരും അടിക്കേണ്ടി വരും? അടിക്കാൻ ചാട്ടവാർ തികയൂല. ഒരു വ്യഭിചാരി അടിക്കാനെങ്ങാനും നിയമം വന്ന ചാട്ടവാർ തികയൂല. അതിന് മാത്രം ചെറുപ്പക്കാരികളും നിങ്ങൾ വാട്സപ്പിൽ കാണുന്നില്ലേ? എത്രയോ ചെറുപ്പക്കാരി പെൺകുട്ടികളാണ് ഒരു പുഞ്ചിരിയിൽ വഞ്ചനയുടെ ലാഞ്ചനുണ്ടെന്നറിയാതെ, പുഞ്ചിരിയിൽ വഞ്ചനയുണ്ടെന്നറിയാതെ കണ്ട ചെറുക്കന്മാരോടുകൂടെ ഇറങ്ങിപ്പോവാൻ. കോയമ്പത്തൂര്, മദ്രാസ്, ബീഹാറിലൊക്കെ താമസിച്ച് കയ്യിലുള്ള 2 പവന്റെ സ്വർണ്ണ കൂരി കൊടുത്ത് വിറ്റ് തൊലച്ച് അവസാനം ഇവള് ഗർഭിണിയാകുമ്പോ കോട്ടക്ക സ്റ്റാൻഡ് കൊടുത്ത് ഇറക്കിയിട്ട് ഓനെ കാണാനില്ല. ഇവള് അണ്ടി പോയ അണ്ണാനെ പോലെ. എവിടേക്കാ മൂപ്പര് പോയത്? മൂപ്പര് പോയി. ഇവളോ മാനെ വെറുപ്പിച്ചു, ബാപ്പാനെ വെറുപ്പിച്ചു, കുടുംബത്തിനെ മാനക്കേടിലാക്കി, നാട്ടുകാരെ മുഴുവനും മാനക്കേടിലാക്കി. ഒളിച്ചോടിപ്പോയ തമ്മാടിയായ പെണ്ണെ, നീ ഈ പാപത്തിന്റെ കറ എവിടെ പോയി തീർക്കാനാ? എത്രയോ പെൺകുട്ടികളാണ് സ്വന്തം പിതാവ് കല്യാണ ദിവസം 40 പവൻ ആഭരണമായി വന്നിട്ട് അവൾക്കൊരു കാമുകനുള്ളത് ഉപ്പയോട് പറയാതെ കല്യാണത്തിന്റെ അന്ന് രാവിലെ വീട്ടു സാധനങ്ങള്, വസ്ത്രങ്ങള്, സ്വർണമെടുത്തിട്ട് ഒളിച്ചോട് പോകുന്ന പെണ്ണേ, നിന്റെ ചെറുപ്പക്കാരന്റെ ലൈംഗിക വേഴ്ചയുടെ പൂതി തീരുമ്പോ നിന്നെ പച്ചപ്പട്ടിയെ കയറെടുത്തും പോലെ നിന്നെ കോയമ്പത്തൂര്, ബോംബെയിലെ ചുവന്നരിൽ കൊണ്ടുപോയി നിന്നെ തള്ളും. അതല്ലെങ്കിൽ നാളെ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട് മാതാവിന്റെ കുരുത്തക്കേട് വാങ്ങിയ, പിതാവിന്റെ കുരുത്തക്കേട് വാങ്ങിയ, നാട്ടുകാരെ മുഴുവനും കുരുത്തക്കേട് വാങ്ങിയ പൈതം മക്കളുടെ മാതൃത്വത്തിന് വില കൽപ്പിക്കാത്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ബോഡി നാളെ റെയിൽവേ സ്റ്റേഷനിൽ ചിന്നിച്ചിതറി കിടക്കേണ്ട ഈമാനില്ലാത്ത മരണം, ചത്തു പോകേണ്ട ഗതി നിനക്ക് വരും കേട്ടോ, സംശയം വേണ്ട. ഒരു കുട്ടിയുള്ളവർ, 2 കുട്ടിയുള്ളവർ, കുട്ടികളില്ലാത്തവർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ, SLCക്ക് പഠിക്കുന്നവർ, നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ വളർത്തി നിനക്ക് വേണ്ട ഭർത്താവിനെ തെരഞ്ഞുപിടിച്ച് കെട്ടിച്ചേക്കാൻ നിന്റെ മാതാവിനും പിതാവിനും അമാനമില്ല. പിന്നെന്തിനാ നിനക്കൊരു ആക്രാഹം? നിനക്കെന്തിനാ ഒരു ആർത്തി? നിനക്കെന്തിനാ ഒരു വെമ്പല്? വേണ്ട. എത്രയോ നിങ്ങൾ വായിക്കുന്നവരാണ്. ഈ പെൺകുട്ടികളൊക്കെ വിചാരം ഇതൊക്കെ എന്നും നിൽക്കുന്ന സുഗന്ധ. 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോ ചെറുപ്പക്കാരായ ചെക്കന്മാര് അവള് ഗർഭിണിയാകുമ്പോ സ്വർണ്ണക്കാണ്ട് വിറ്റ് തൊലച്ച് പൈസ കണ്ട് തീരുമ്പോ ഇവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പരിശോധിക്കാനെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ തിരുത്തിയിട്ട് നമ്മളിപ്പോ വരാ മരുന്ന് വാങ്ങാൻ പറഞ്ഞിട്ട് പോവും. പിന്നെ അവൻക്ക് അഡ്രസ് ഉണ്ടാവില്ല. ഇവള് ഗർഭിണിയാ. ഇവള് ഛർദിച്ച് അവശയായി കിടക്കുമ്പോ ഉമ്മാരത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. ബാപ്പാരത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. ഭർത്താവത്തേക്ക് പോകാൻ പറ്റുമോ? ഭർത്താവ് ഇട്ടെറിഞ്ഞു പോയി.
അവിടെ കുടുംബം ഞങ്ങൾ അറിയില്ല, അങ്ങോട്ട് വരണ ചവിട്ടരുതാരും ഭാര്യയോട്, ഈ പെണ്ണിനോട് ഭർത്താവിന്റെ കൂട്ടുകാര് പെരക്കാര് പറയും ഇങ്ങോട്ട് വരരുത് എന്ന്. അപ്പോഴും വിങ്ങുന്ന ഒരു മനസ്സുണ്ട്, മാതൃ മനസ്സ്. അറിയണം നിങ്ങൾ എന്തൊരുത്തമ്മാടിയാണ്. അറിയാതെ കൂടുങ്ങൂലെ നാളെ ജഹന്നമിൽ അധികവും നിങ്ങളാണ് സ്ത്രീകളെ. അറിവുള്ള ഉപദേശം കേട്ട് നടന്നോളി, നരകത്തിൽ നിന്നൊഴിഞ്ഞോ പെങ്ങളെ. അയൽവാസികളുടെ കുറ്റും കുറവും അറിയാൻ നിങ്ങൾ തുനിയണ്ട, അത് നിങ്ങൾ അറിഞ്ഞാലും ശരി ആരോടും അത് മിണ്ടണ്ട. മറ്റാ പുരുഷന്മാരും മുഖവും കാട്ടാൻ നിങ്ങൾ തുനിയണ്ട, മറ്റാരും നുണ കേട്ടാലും ശരി ശ്രദ്ധിക്കാനായി പോകണ്ട. ഭർത്താവിന്റെ അനുവാദം കൂടാതൊരിക്കലും പോകല്ലേ പുറത്തേക്ക് സ്ത്രീകളെ. മാതാപിതാക്കളുടെ രോഗം കാണാൻ വേണ്ടി ആയാലും ഇറങ്ങല്ലേ പെങ്ങളെ. കെട്ടിയ മാരൻ കയറി വരുമ്പോൾ സന്തോഷം നീ കാണിച്ചോ, കാര്യം വല്ലതും അറിയണമെങ്കിൽ കാത്തിരുന്ന് ചോദിച്ചോ. കോപത്തോടെ സംസാരിക്കും വമ്പത്തി നീ സൂക്ഷിച്ചോ, കെട്ടിയ മാരൻ കയറി വരുമ്പോൾ സന്തോഷം നീ കാണിച്ചോ. കാര്യം വല്ലതും അറിയണമെങ്കിൽ കാത്തിരുന്ന് ചോദിച്ചോ. കോപത്തോടെ സംസാരിക്കും വമ്പത്തി നീ സൂക്ഷിച്ചോ. ഭർത്താവിനൊരിക്കലും ശല്യപ്പെടുത്താതെ ഭയത്തോടെ ഭയപ്പെട്ടാൽ നിങ്ങളെ ഭാവിക്ക് സുരക്ഷിതം എന്ന് നോക്കിക്കോ, സ്വർഗത്തിൽ പ്രവേശിക്കും പെങ്ങളെ. എല്ലാം അറിയുക, അറിയണം നിങ്ങൾ. ശ്ലീലമായി മൊബൈൽ ഫോണിലും എല്ലാത്തരങ്ങളിലും ഒക്കെ ചെയ്തിട്ട് കാമുകിമാരോട് കൂടെ പോകാൻ തയ്യാറാകുന്ന ചെറുപ്പക്കാർ എഴുതി വെച്ചോ, കാമുകന്മാരോട് കൂടെ പോവാൻ തയ്യാറാകുന്ന ഭർത്തൃമതികളും അല്ലാത്തവരുമായ പെൺകുട്ടികൾ എഴുതി വെച്ചോ. നിങ്ങളുടെ ജീവിതം നരകിച്ച് 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 തെരുവ് തണ്ടിയെ പോലെ ബസ് സ്റ്റാൻഡിന്റെ ഓളങ്ങളിൽ പച്ചവേശിയെ പോലെ കിടന്നിട്ട് നിങ്ങൾ നരകിക്കേണ്ടി വരും പെങ്ങളെ, ഓർത്തുകൊള്ളുക. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? എന്റെ പെങ്ങളെ 100 അടി നിങ്ങൾ അടിക്കണമെന്നാണ്. അവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണ്ട. അവരെ പരസ്യമായി നടുറോട്ടിൽ വെച്ചിട്ട് 100 അടി അടിക്കാൻ പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, എന്താ വ്യഭിചാരത്തിന്റെ ശിക്ഷയെന്നറിയോ? എന്റെ പെങ്ങളെ, വ്യഭിചാരത്തിന്റെ ശിക്ഷയെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖുസ്സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അങ്ങനെ വ്യഭിചാരത്തിനെ നിങ്ങൾ സൂക്ഷിക്കാതിരുന്ന ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശരോഹണമുണ്ടായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നരകം കാണിച്ചു തന്നപ്പോ ഞാൻ ആ നരകത്തിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എത്രയോ പെൺകുട്ടികളാ, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ അവർ അടുപ്പിനെ പോലെയുള്ള ഒരു തീജ്വാലയാണ്. നരകത്തിന്റെ ഒരു ചെരുവാണ്, വലിയൊരു അടുപ്പാണ്. ആ അടുപ്പിൽ നിറയെ പച്ച മനുഷ്യരാണ്. അവരിങ്ങനെ കത്തിക്കരികയാണ്. ആ അടുപ്പിൽ നിന്ന് നൊര പൊങ്ങും പോലെ, തിളക്കുന്ന വെള്ളം പൊങ്ങും പോലെ കുറെ മനുഷ്യന്മാർ മുകളിലോട്ട് പൊങ്ങി വരുമ്പോ ആർത്ത് നിലവിളിച്ചിട്ടാണ് ആ മനുഷ്യന്മാര് മുകളിൽ പൊങ്ങുക. ആ നൊര താഴോട്ട് പോകുമ്പോ വസ്ത്രമില്ലാത്ത കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും അതിലേക്ക് താഴോട്ട് പോകുമ്പോ ഞാൻ ചോദിച്ചു, ഇതാരാട് ജിബ്രീലേ? മലമൂത്ര സെപ്റ്റിക് ടാങ്കിനേക്കാളും ദുഷിച്ച വാസനയുള്ള ഇവരാരാട് ജിബ്രീൽ? ജിബ്രീലിന്റെ മറുപടി വന്നു,
ഹുമുസ്സാനിയൂന, അവർ ദുനിയാവില് ഹലാലായ നിക്കാഹിന്റെ മുമ്പ് കണ്ണുമായി കാതുമായി കയ്യുമായി മൊബൈൽ ഫോണിലൂടെ അല്ലാതെയും വ്യഭിചാരം ചെയ്ത പെങ്ങളാ, വ്യഭിചാരം ചെയ്ത ആണുങ്ങളാ. എന്റെ സഹോദരിമാരെ, വേണ്ട വേണ്ട. എന്തിനാ നരകം, എന്തിനാ പെങ്ങളെ? ഭർത്താവിന് അനുസരിച്ചോ, മാതാവിന് അനുസരിച്ചോ, ഉമ്മാനെ അനുസരിച്ചോ. ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച്, ചുണ്ടിനെ സൂക്ഷിച്ച്, നാവിനെ സൂക്ഷിച്ച് നരകത്തിനെ കാട്ട ഉമ്മ. അതല്ലാതെ ദുനിയാവിന്റെ സുഖം തേടി നിങ്ങൾ പോയാ നരകമാണ്, നരകമാണ്, നരകമാണ്. എന്താ നരകത്തിന്റെ അവസ്ഥ എന്നറിയുമോ? മുകൾ ചുണ്ട് തല ഉച്ചി വരെ ഉയരുന്നതാ, കീഴ്ചുണ്ട് പൊക്കിൽ കൊടി വരെ നീളുന്നതാ. അവർക്കുള്ള പല്ലുകൾ തേറ്റപ്പോൾ തെറിക്കുന്നതാ, അവർക്കുള്ള നാവുകൾ ഉരുകിതാ ഒലിക്കുന്നതാ. പെങ്ങളെ, മുകളിലെ ചുണ്ട് ഉരുകി ഉരുകി തല ഉച്ചവരെ പൊങ്ങി നിൽക്കുമ്പോ നിന്റെ ക്യൂടെക്സ് ഇട്ടാ, നിന്റെ ലിപ്സ്റ്റിക് ഇട്ടാ, നിന്റെ ചുണ്ട് താഴോട്ട് ഉരുകി ഉരുകി തൂങ്ങി നിൽക്കുമ്പോ നിന്റെ നാവ് പുഴുക്കളെ പോലെ ഉരുകി ഒലിക്കുമ്പോ ആ നരകത്തിൽ നിന്നെ ഇടിയുമ്പോ നിന്റെ കാമുകം വരൂല, അഡ്വക്കറ്റ് വരൂല, ജഡ്ജി വരൂല, ഭർത്താവ് വരൂല, നിന്റെ സുഖിപ്പിച്ചവര് വരൂല, ബെഡ്റൂമിൽ കടന്നവര് വരൂല, ലോഡ്ജിൽ താമസിപ്പിച്ചവര് വരൂല, നിനക്കെതിനെ ഇണക്കി തന്നവര് വരൂല, നിന്റെ കാമുകന്മാര് വരൂല, നിന്റെ കാമുകിമാര് വരൂല. മോനെ, നരകമുണ്ട്, പേടിക്കണേ. ഇത്തഖുന്നാ, നരകത്തിനെ പേടിച്ചോ. മാഇസ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ, സനൈത്തു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. സഹോദരങ്ങളെ, ഈമാനുള്ള ചെറുപ്പക്കാരാണ്. മായിസിനോട് നബി തങ്ങൾ പറഞ്ഞു, മായിസേ, എറിഞ്ഞു കൊല്ലാൻ നിന്ന് തയ്യാറാണോ? അതേ നബിയെ, എറിയാൻ തയ്യാറാണ്. സഹാബികളെ എറിയാൻ തുടങ്ങി. കരിങ്കൽ ചീടുകൾ എടുത്തിട്ട് എറിഞ്ഞപ്പോ മായിസ് റളിയല്ലാഹു അൻഹു ഒരുപാട് ഏറായപ്പോ സഹിക്കാൻ കഴിയാതെ, വേദന സഹിക്കാൻ കഴിയാതെ മായിസ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഓടി ഓടി വീണപ്പോ നബി തങ്ങൾ പറഞ്ഞു, മായിസേ, എറിഞ്ഞു കൊല്ലണമെന്നാണ് നിന്റെ വിധി. നീ കല്യാണം കഴിച്ച ആണാണ്. കല്യാണം കഴിച്ച ആണോ പെണ്ണോ വ്യഭിചരിച്ചാലും അവളെ കല്ലുകൊണ്ട് എറിഞ്ഞ് 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 കൊല്ലണമെന്നാണ്. അതുകൊണ്ട് ഓടാൻ പറ്റൂല മായിസേ, ഇങ്ങോട്ട് വാ. ശരീരം മുഴുവനും ഏറേറ്റ് തുളച്ചു കയറിയ ചുടുചോര ചാലട്ടൊഴുകുന്ന മായിസ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ, ഇനിയും എറിഞ്ഞാ ഞാൻ ഓടും നബിയെ, വേദന സഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വഴിയുണ്ട് നബിയേ, എന്റെ രണ്ട് കാല് മണ്ണിൽ കുഴിച്ചിടണം നബിയേ, എന്റെ രണ്ട് കാല് മണ്ണിൽ കുഴിച്ച് മൂടിയിട്ട് എറിയണം നബിയേ. അങ്ങനെ മായിസ് റളിയല്ലാഹു അൻഹുവിനെ മണ്ണിൽ കാല് രണ്ടും കുഴിച്ച് മൂടിയിട്ട് സഹാബത്ത് എറിയാൻ തുടങ്ങുമ്പോ തലച്ചിന്ന ഭിന്നമായി നെഞ്ചിലേക്ക് കരിങ്കൽ തുളച്ചു കയറി. അവസാനം ഒരു സഹാബി ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട് ആഞ്ഞെറിഞ്ഞപ്പോ മായിസ് റളിയല്ലാഹു അൻഹു അദ്ശ്വാസം വലിക്കയാ. എന്തിനാ എറിയാൻ തയ്യാറായി വന്നത്? ആഖിറത്തിലെ നരകം വേണ്ട. ആഖിറത്തിലെ നരകം ഇവിടെ നിന്ന് ഏറുകൊണ്ടാലും റബ്ബിന്റെ നരകത്തിലേക്ക് പോകാൻ വയ്യ. അതുകൊണ്ട് പെങ്ങളെ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കല്ല, ഭർത്താവിനെ പ്രയാസപ്പെടുത്തല്ല, അവനെ പീഡിപ്പിക്കല്ല, ഉപ്പാക്ക് ഫോൺ വിളിച്ചിട്ട് തെറ്റി നിൽക്കല്ല. ഭർത്താവുമായി പിണങ്ങി നിൽക്കുന്ന പെണ്ണെ, നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല, നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. എത്രയോ പെൺകുട്ടികളാണ് കുടുംബ കോടതിയിൽ ചെലവിന് കേസ് കൊടുത്തിട്ട് തെറ്റി നിൽക്കുന്നവരുണ്ട്, തലാഖ് ചൊല്ലിയിട്ടില്ല. അങ്ങനത്തെ പെങ്ങളെ, ഭർത്താവിനോട് തെറ്റി നിൽക്കുന്ന ഒരു പെണ്ണ് എത്ര കൊല്ലമാണെങ്കിലും ശരി, അവരെ ഒരു കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന പെണ്ണ് നരകത്തിലാ. 10 രൂപയുടെ കഞ്ഞിവെള്ളം കുടിക്കാനാണോ വകുപ്പെങ്കിൽ അത് കുടിച്ച് ജീവിച്ചോ. അവിടെ മിക്സിയുണ്ട്, ഇവിടെ വീടുണ്ട്, മറ്റുള്ള ആഴ്ചക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. നിങ്ങൾ എന്ത് മനുഷ്യനാ? കൊള്ളാത്തവനാ, പണമില്ലാത്തവനാ, വെളില്ലാത്തവനാ, നിങ്ങൾ
പത്ത് ചെറുപ്പക്കാരനെന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ നാവ് കൊണ്ട് വേദനിപ്പിച്ച നിന്റെ നാവ് പുഴുത്ത് ചീയും പെണ്ണേ. അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് വേണ്ട, ഗൾഫിലുള്ള ഭാര്യമാരെ ക്ഷമിക്കുക. അള്ളാഹു നൽകുന്ന കൂലി വണ്ണമുള്ളതാണ്. നിന്റെ ഭർത്താവിന് നീ വഴിപ്പെടുക. അങ്ങനെ ക്ഷമയോടുകൂടെ നല്ലവരായി നിന്ന നമുക്കുള്ള കൂലി എത്രയോ വലുതാണ്. അതെല്ലാം രസമാണെന്ന് കരുതിയിട്ട് വ്യഭിചാരത്തിന്റെ തമ്മാടിത്തരത്തിന്റെ ബേക്കിൽ ടൈം പാസിന് പോയാൽ നരകമാകുന്ന ഭീകരമായ ശിക്ഷയിലേക്ക് നമ്മൾ ചെന്ന് പതിക്കും. തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നരകത്തിലേക്ക് പോകാൻ അകസ്തട്ട് ഞാൻ പറയുകയാണ്. കാരണം ഇത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഒരു മാർഗമായ ഒരു ഭവിഷ്യത്താണ്. ഈ മൊബൈൽ ഫോൺ കൊണ്ട് വന്നിട്ടുള്ള മഹത്തായ ഒരു ദുരന്തം നരകം. അറിയോ നിങ്ങൾ നരകത്തിനെ കുറിച്ച്? പടച്ചറബേ, വെള്ളിയാഴ്ച കേൾക്കുന്ന സുഹൃത്താണ്. എന്താണ് നരകത്തിനെ കുറിച്ച് വെള്ളിയാഴ്ച കേൾക്കുന്നില്ല സുഹൃത്ത്? പേടിച്ചു പോവും. മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കുഴിച്ചിട്ട് എറിഞ്ഞാട് കൊല്ലണ് പച്ച മനുഷ്യനെ. അയാൾ പറയാണ്, നബിയെ എന്റെ കാല് കുഴിച്ചിട്ട് എന്നെ എറിഞ്ഞാട് കൊല്ലണം നബിയെ, എന്നാലും എനിക്ക് നരകം കിട്ടൂലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ അയാൾ മരിക്കോളം ഒരാളെ പച്ചയേറി, അതും ആരെ എറിയുന്നത്? ക്രിമിനൽ കുറ്റവാളികളല്ല, നബിയും സഹാബത്തും. അള്ളാന്റെ ഹുക്കുമാണ്. നരകത്തിനെ പേടിച്ച് നമ്മളെ ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും ചിന്തിക്കുക. എത്രയോ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യഭിചാരത്തിലേക്ക് പോകുമ്പോ നരകമല്ലേ? എന്താണ് നരകം? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല നരകത്തിനെ കുറിച്ച്. ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة ليس لهم طعام ആ നരകത്തിൽ ഒരു ഭക്ഷണമില്ല ഇല്ലാ മിൻ ضريع ലരീഖ് എന്ന കള്ളിമുള്ളു കൊണ്ടുള്ള ഭക്ഷണമല്ലാതെ, ലരീഖ് എന്ന് പറയുന്ന കള്ളിമുള്ളു കൊണ്ടുള്ള ഭക്ഷണമല്ലാതെ ഒരു ഭക്ഷണവും നരകത്തില്ല. കള്ളിമുള്ളിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ചുരുക്കുകയാണ്. കള്ളിമുള്ളിന്റെ പ്രത്യേകത എന്താണ്? ലരീഖ് എന്ന മുള്ളിന്റെ പ്രത്യേകത അത് നാൽക്കാലികൾ പോലും തിന്നാൻ പേടിക്കുമെന്നാണ്. നാൽക്കാലികൾ പോലും തിന്നാൻ പേടിക്കുന്ന ഭീകരമായ മുള്ളാണ്. നിങ്ങൾക്കറിയുമോ? നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ, തേളിന്റെ നാവിന് നഗില് പോലാ നീളവും എന്നിബ്നു മസ്ഊദാൽ പുലർന്നീ വാക്യവും. വർഷം 1000 കഴിഞ്ഞു ചെന്നാൽ പൊന്നേ, അത് കുത്തിയ വേദന മാറുകില്ല തന്നെ. നരകത്തിലെ ഒരു പാമ്പ് ഒരു കുതിരയുടെ വലിപ്പാണെന്ന, ഒരു തേള് ഒരു ഒട്ടകത്തിന്റെ വലിപ്പാണ്. നരകത്തിൽ ആ ഒരു പാമ്പെങ്ങാനും നമ്മുടെ ഒരു കുത്തിയാൽ 1000 വർഷം കഴിഞ്ഞാലും അത് മാറൂല എന്നാണ് അതിന്റെ വേദന. അപ്പൊ നരകത്തിൽ പോണോ? നരകത്തിൽ പോവണമെങ്കിൽ നിങ്ങളുടെ വളൊന്നും അംഗീകരിക്കേണ്ട, തോന്നുമായി സഞ്ചരിച്ചോളൂ, ഒരു പരാതിയുമില്ല. അതല്ല, സ്വർഗമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, സ്വർഗമാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളക്കുന്നതാ കുറയണ്ട. സ്വർഗാണോ ആവശ്യം? സ്വർണ്ണാണോ ആവശ്യം? സ്വർഗം വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അപ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രീതിയിൽ നമ്മൾ ഉൾപ്പെടുക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇന്നല്ലദീന യുരീദൂന അൻ തശിയൽ ഫാഹിഷത ഫില്ലദീന ആമനു. ഇത് മൊബൈൽ ഫോണിൽ കേൾക്കേണ്ടവരാണ്. വേണ്ടാത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ചെറുപ്പക്കാർ കേൾക്കണം. കമ്പ്യൂട്ടറിൽ വേണ്ടാത്തരങ്ങൾ കയറ്റി വെച്ചിട്ട് മെമ്മറിൽ സ്വകാര്യമായി കയറ്റിയിട്ട് കുട്ടികളെ വഴിപേപ്പിക്കാൻ പ്രചോദനം കൊടുക്കുന്നവർ കേൾക്കണം. ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം മനുഷ്യന്മാർ, തുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, അൻ തശിഅൽ ഫാഹിഷത, ക്ലേശമായ സെക്സ്, അനാശാസ്യങ്ങൾ നാട്ടുകാർക്കിടയിൽ പരസ്പരം കൈമാറുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. ഇല്ലദീന ആമനു, സത്യവിശ്വാസികളായ മക്കൾക്കിടയിൽ, ആളുകൾക്കിടയിൽ, ലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. മോനെ, വല്ലാഹു യഅലമു, നീ അറിയാതെ ഒരു പ്രൊഫൈൽ തുടങ്ങിയതാണ്, നീ അറിയാതെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാണ്, നീ അറിയാതെ ആരും അറിയാതെ നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്, അത് പരസ്പരം കൈമാറിയതാണ്. അല്ലാഹു യഅലമു, അതൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. അൻതും ലാ തഅലമൂന, നിങ്ങളത് അറിയുന്നില്ല. അതുകൊണ്ട് രണ്ടാത്തരങ്ങൾ മാറ്റിവെച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിച്ചത്? ഇന്ന ഫിൽ ജന്നത്തിൽ ലശജറ, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. കേട്ടോളി, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. യസീറുർ റാകിബുൽ ജവാദൽ മുളമ്മറൽ ലരീസരിആ, മെല്ലിച്ച ഒട്ടകത്തിന്റെ പുറത്ത് ഒരു മനുഷ്യൻ ആ മരത്തിൽ എത്താൻ വേണ്ടി സഞ്ചരിച്ചു. 100 കൊല്ലം സഞ്ചരിച്ചാൽ അങ്ങോട്ട് എത്താൻ സാധ്യമല്ല. സ്വർഗത്തിൽ ഒരു മരമുണ്ട്. അപ്പൊ നമ്മളൊക്കെ സ്വർഗം എന്ന് പണ്ട് വിചാരിച്ചിട്ടുണ്ട് കോട്ടക്കൽ ചന്ത പോലെ, തിരുചന്ത, ബസ് സ്റ്റാൻഡ് പോലത്തെ ചെറിയ സ്ഥലമാണ്. ആ മരത്തിന്റെ അടുക്കൽ എത്താൻ കഴിയൂല. ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചിട്ട് ആ മരത്തിന്റെ അടുക്കൽ എത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വർഗത്തിന്റെ വിശാലത എത്രയാണ്? ഇവിടുന്ന് അബുദാബിക്കോ ദുബായിക്കോ എവിടേക്കാണെങ്കിലും 100 കൊല്ലം ഒന്നും വേണ്ടല്ലോ. 100 ദിവസമല്ല, 100 മാസമല്ല, 100 കൊല്ലം ഒരു മനുഷ്യൻ സ്പീഡുള്ള കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും സ്വർഗത്തിലെ ഒരു മരത്തിന്റെ അടുക്കൽ പോലും എത്തൂല എന്ന് പറഞ്ഞാൽ സ്വർഗം എന്താണ്? അള്ളാഹു നമുക്ക് തരട്ടെ. ഉറക്കനായി വരെ അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു സ്വർഗം നമുക്ക് നൽകട്ടെ. അറിയാതെ വന്നു പോയ പാപങ്ങൾ പുറത്തു തരട്ടെ. നരകത്തിൽ നിന്ന് നമ്മളും നമ്മുടെ ഭാര്യ മക്കളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ, ഈ മഹത്തായ സദസ്സിൽ ഒരു പ്രകാശിക്കുന്ന മുഖം നിങ്ങൾ കാണുന്നു. ഒന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വീടാണ്, ഫോട്ടോവാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദിന്റെ ഫോട്ടോയാണ്. ആരാണ് EK ഉസ്താദ് എന്നറിയുമോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘമായ വർഷത്തെ സെക്രട്ടറിയാ. ആ ശംസുൽ ഉലമ EK ഉസ്താദിന്റെ സൂര്യൻ തോറും രചിക്കുന്ന ഫോട്ടോ, നിങ്ങൾ താടി വെച്ച തലപ്പാവ് ധരിച്ച അന്തസ്സുള്ള ഫോട്ടോ കാണുന്നു. ആരാണ് EK ഉസ്താദ്? ശംസുൽ ഉലമ EK ഉസ്താദ് അല്ലാഹുവിന്റെ ദീനിന്റെ ധ്വജവാഹകരായി കടന്നുപോയ മഹാനാ. ആ EK ഉസ്താദാണ് SKSF നാമകരണം നൽകിയത്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ച പതാക പിടിച്ചിട്ട് സമസ്തയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു അവരൊക്കെ പുഞ്ചിരിച്ച് വഫാത്തായവരെ പോലെ നമുക്കും അങ്ങനെ വഫാത്താകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധമായ റബീഉൽ ആഖിർ 4 കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് സുബ്ഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളക്കെ പറഞ്ഞിട്ട് വഫാത്തായ EK ഉസ്താദ്, കറാമത്തുകൾ കാണിച്ച EK ഉസ്താദ്. ആ EK ഉസ്താദിന്റെ പട്ടാളമാണ് സമസ്തയുടെ മക്കള്. ആ EK ഉസ്താദിന്റെ പട്ടാളമാണ് സമസ്തയുടെ മക്കള്. ധൈര്യമായി മുന്നേറുക. അറിയുമോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദ്? ശംസുൽ ഉലമ EK ഉസ്താദ് കോഴിക്കോട് മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട EK ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ധാരാളം കറാമത്തുകൾ കാണിച്ചു. അവസാനം ദിക്ർ ചൊല്ലി പുഞ്ചിരിച്ച് ലോകത്തോട് വിട പറഞ്ഞ മഹാനാ. അറിയുമോ 1977 തമിഴ്നാട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നത്തിന്റെ മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട EK ഉസ്താദ് തമിഴ്നാട്ടിലേക്ക് വാഹനം കയറി പോവുകയാ. ഒരുപാട് മഖബറകൾ സിയാറത്ത് ചെയ്തിട്ടാ ബഹുമാനപ്പെട്ടവരുടെ യാത്ര. ധാരാളം മഖബറയിൽ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജിയെ കുറിച്ച് പറയുന്നുണ്ട്, ധാരാളം ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇടക്കാണ് ബഹുമാനപ്പെട്ട EK ഉസ്താദ് മുത്തുപേട്ടയിലുള്ള ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ സിയാറത്തിന് വേണ്ടി കടന്നു ചെല്ലുകയാ. മുത്തുപേട്ടയിലുള്ള ദാവൂദുൽ ഹക്കീം വലിയുല്ലാഹുവിന്റെ മഖബറയിലേക്ക് സിയാറത്തിന് വേണ്ടി കടന്നു ചെന്നപ്പോ കൂടെയുള്ള സഹോദരൻ പറയുകയാണ്, മഖബറക്കുള്ളിലേക്ക് EK ഉസ്താദ് കയറി ചെന്നിട്ട് ഒരുപാട് മണിക്കൂർ സിയാറത്ത് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് സൂര്യൻ പോലും നാണിക്കുന്ന മുഖവുമായി പുഞ്ചിരിക്കുന്ന വദനവുമായി ശംസുൽ ഉലമ EK ഉസ്താദ് മെല്ലെ മെല്ലെ നടന്നു വന്നപ്പോ ആലിമുൽ ആലം എന്ന് പറഞ്ഞ 25 വയസ്സിൽ ബഖിയാത്തുസ് സാലിഹാത്തിൽ നിന്ന് 1ാം റാങ്ക് കരസ്ഥമാക്കിയ 25 വയസ്സിൽ ബഖിയാത്തിൽ മുദർരിസായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട 40 കുടുംബം ക്രിസ്തീയ മതത്തിലേക്ക് പോയപ്പോ മഞ്ചേരി ചെന്നിട്ട് സുറിയാനി ഭാഷയിൽ ഫാരിസി ഭാഷയിൽ അവരെ ബൈബിൾ വെച്ച് ഗണ്ണിച്ചിട്ട് ആ ഇസ്ലാമിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്ന മഹാനായ EK ഉസ്താദ് നവ്വറല്ലാഹു
റബ്ബറല്ലാഹു മറാഖിദ. ഈ കെ ഉസ്താദ് മുത്തുപേട്ടയിൽ ചെന്നിട്ട് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരുമ്പോ പുറത്തതാ ഒരു ഉമ്മ നിൽക്കുകയാ. ആ ഉമ്മ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോ ഈ കെ ഉസ്താദ് ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത്? ഉസ്താദേ, ഇവരെന്റെ മകനാ, ഇവരെന്റെ മകനാ. ഈ മകന് ഇവൻ സംസാര ശേഷിയില്ലാത്തവനാ, സംസാരിക്കാൻ കഴിവില്ലാത്തവനാ. ഇവന്റെ മകനാണ്, ഇവന് സംസാരിക്കാൻ കഴിവില്ലാത്തവനാ. ഉമ്മ എന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് പ്രായമായിട്ടുണ്ട് മകനക്ക്, അവന് സംസാര ശേഷിയില്ല. ആ സംസാരം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ പോകാത്ത മക്ബറകളില്ല, ഞാൻ ചെയ്യാത്ത സിയാറത്ത് കേന്ദ്രങ്ങളില്ല, ഞാൻ പറയാത്ത സദസ്സുകളില്ല. ഈ കെ ഉസ്താദിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ഒന്ന് പരാതി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആലിമുൽ ആലിമായ സൂഫിയായ ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് ആ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ മകന്റെ കൈ പിടിച്ചിട്ട് മുത്തുപ്പെട്ട ദാവൂദുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറക്കുള്ളിൽ ചെന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു, സിയാറത്ത് കഴിഞ്ഞു, ഖുർആൻ ഓതി തിരിച്ചു വന്നപ്പോ ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കെ ഉസ്താദ് പറഞ്ഞു അത്രേ, മകനെ ഉമ്മ എന്ന് വിളിക്കൂ പൊന്നുമോനെ. ജനിച്ച ഉമ്മ ജന്മം നൽകിയ അന്ന് മുതൽ ഇന്ന് ഈ മണിക്കൂർ വരെ ഒരുപാട് ചികിത്സിച്ചവരാ, ഒരുപാട് ശസ്ത്രക്രിയ നടത്തിയവരാ, ഒരുപാട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നേർച്ചകളുണ്ട്, ഒരുപാട് സിയാറത്തുകളുണ്ട്. പക്ഷേ അന്നത്തെ ഒരു ദിവസം ഈ കെ ഉസ്താദിന്റെ പോരിച്ചയാകപ്പെട്ട കൈ പിടിച്ചിട്ട് ഉമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോ അതുവരെ മിണ്ടാത്ത മകൻ ഉമ്മ ഉമ്മ എന്നങ്ങ് വിളിച്ചപ്പോ മക്ബറയ്ക്ക് മുമ്പിൽ ഉമ്മ ബോധരഹിതയായി വീടുകയാണ്. ഈ കെ ഉസ്താദിന്റെ കറാമത്ത് ഉമ്മ നേരിൽ കാണുമ്പോ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ ഉസ്താദ് നമ്മൾ കാണും പോലെയല്ല, വലിയ മഹാനാട്. ആ ഈ കെ ഉസ്താദാണ് SKSSF എന്ന പരിശുദ്ധമായ ഈ സംഘശക്തിക്ക് ബിജാവം നൽകി, അതിന് പേര് നൽകിയിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി ചെറുപ്പക്കാരൻ പറഞ്ഞയച്ചത്. അല്ലാഹു നമ്മുടെ സമസ്തയുടെ പ്രവർത്തകന്മാർക്ക് ഇസ്സത്തും ഹിമ്മത്തും നൽകുമാറാവട്ടെ. ഈ കെ ഉസ്താദിനെ എതിർത്തിട്ട് വിമർശിച്ചിട്ട് പാരപണിയാൻ എതിർത്ത് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു നല്ല ബുദ്ധിയും ഹിദായത്തും നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർ റഹ്മാനായ മലക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെല്ലാവരും കൂടെ ഈ പാതിരാത്രി ഇവിടെ വന്നിരുന്നിട്ട് പറഞ്ഞതും കേട്ടതും മുഴുവനും നിന്റെ ഇൽമാണ്, അറിവാണ്, ഖുർആനാണ്, ഹദീസാണ്. അവകൾ മുഴുവനും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ വല്യമ്മമാർ, ഞങ്ങളെ വല്യപ്പമാർ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ഗുരുനാഥന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ബന്ധുമിത്രാദികൾ, ധാരാളം ആളുകൾ പള്ളി ശ്മശാനങ്ങളിലേക്ക് യാത്ര പോയവരാണ്. ഇവരെ ഖബറിലേക്ക് നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ ഖബർ നീ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നയിൽ പെടുത്തണേ അല്ലാഹ്. ഈ സ്ഥലത്തിന്റെ മുത്തവല്ലി മരണപ്പെട്ടു പോയവരാണ്, ആഖിറം വെളിച്ചമായി കൊടുക്കണേ തമ്പുരാനെ. ഖബറിലേക്ക് നീ സ്വർഗം തുറന്നു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മാരകമായ ക്യാൻസർ പോലത്തെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ പോലത്തെ രോഗത്തിൽ നിന്ന്, ഹാർട്ട് അറ്റാക്ക് പോലത്തെ, വൃക്കരോഗം പോലത്തെ ശരീരത്തിൽ കത്തിവെച്ച് മുറിക്കുന്ന മാരകമായ ഓപ്പറേഷനുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ ഭാര്യ മക്കളുടെ കുടുംബത്തെയും നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരു പാരസെറ്റാമോൾ ഗുളിക പോലും കുടിക്കാതെ അയ്യൂബ് നബിയുടെ രോഗം ശിഫയാക്കി അല്ലാഹ്. ഈ SKSFന്റെ കർമ്മധീരായ പ്രവർത്തകന്മാർ ദിവസങ്ങളായി ഊണും ഉറക്കവുമില്ലാതെ തന്റെ വീട്ടിലെ ഒരു പരിപാടിയെ പോലെ ഊണും ഉറക്കമില്ലാതെ പ്രവർത്തിച്ചു
പ്രവർത്തിച്ചിട്ട് ഈ സംഘടിപ്പിച്ച ഈ പ്രകാശപൂരിതമായ സദസ്സിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരാളെയും നീ ദുനിയാവിലും ആഖിറത്തിലും കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. പഠിച്ചോനെ, മൂക്കിലൂടെ പൈപ്പിട്ട് മൂത്രത്തിന് പൈപ്പിട്ടിട്ട് വീട്ടിന്റെ കടക്കപ്പാൽ കിടന്ന് നരകിക്കാൻ വിധി വരുത്തല്ല അല്ലാഹ്. ഞങ്ങൾ കാരണമായി ഞങ്ങളെ കുടുംബത്തിൽ സാമ്പത്തിക നഷ്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളൊരു ഭാരമാക്കല്ല അല്ലാഹ്. ഞങ്ങളെ മരുമക്കൾക്ക് ഞങ്ങളൊരു ഭാരമാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, അപകട മരണങ്ങൾ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കടങ്ങളൊക്കെ വീട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉള്ള കടങ്ങളെ വീട്ടി കടമില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിപാടിയിൽ നിന്ന് തേനി വിളിച്ചു കൊണ്ടുപോയ സഹോദരിമാരുണ്ട്. അല്ലാഹ് അല്ലാഹ് പടച്ചോനെ, ജബ്ബാറേ ലത്തീഫേ, ഞാൻ ഇവരോട് പറഞ്ഞ തെളിവ് നിന്റെ ഖുർആനാണ് അല്ലാഹ്. ആ ഖുർആന്റെ വിശ്വാസത്തിലാണ് അവരത് വിളിച്ചെടുത്തത്. നീ കളവല്ലല്ലോ പടച്ചോനെ പറഞ്ഞത്. അല്ലാഹുവേ, ആ തേനാര് കൊണ്ട് നാവിൽ രുചിച്ചാലും ആ മക്കൾക്ക് നീ അറിവ് കൊടുക്കണേ അല്ലാഹ്. അവരെ എന്ത് സ്വഭാവത്തിൽ മോശങ്ങളുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ അല്ലാഹ്. ആ തേന് ഏത് ഉമ്മയാണ് വിളിച്ചെടുത്തത്, ആ ഉമ്മ, അവരെ മക്കൾ, അവരെ ഭർത്താക്കന്മാര്, അവരെ മനസ്സിലൊരു നീയത്തുണ്ടെന്ന് എനിക്കറിയാം. അല്ലാത്തവരെ വിളിക്കാൻ തയ്യാറാവില്ല, പിശുക്കാണ്. ആ മനസ്സിലെ വേദനകൾ ഈ തേന് കാരണമായി, മധുരം കാരണമായി അവരെ മനസ്സും മധുരിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെ മക്കൾക്ക് ആ തേനിന്റെ പ്രതിഫലനം നൽകണേ അല്ലാഹ്. അവർ കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ, അവർ കൊടുക്കുന്ന നൂറുകൾ, അവർ കൊടുക്കുന്ന പൈസകൾ, പക്കത്തിൽ പൈസ നിക്ഷേപിച്ചവർ, ഇന്നലെ സഹായങ്ങൾ നൽകിയവർ, സംഘാടകർ പിരിവിന് പോയപ്പോൾ നൽകിയവർ, സ്റ്റേജ് കെട്ടിയവർ, ഈ സ്ഥലം ഇതിന് വേണ്ടി നൽകിയവർ, സൗണ്ട് സിസ്റ്റം തയ്യാറാക്കി തന്നവർ, വഴിയോരങ്ങൾ ലൈറ്റ് വെച്ചവരും അലങ്കാരം വെച്ചവർ, എല്ലാ നിലയിലും ഇതിനോട് സഹകരിച്ചുണ്ട് അല്ലാഹ്. നിന്റെ ഒരു റൗളയാണ് അല്ലാഹ്. ഈ റൗളയ്ക്ക് വേണ്ടി സഹായിച്ചവർ, അവരുടെ ജീവിതത്തിൽ മുഴുവനും നീ റൗളയാക്കണേ റബ്ബേ. പ്രകാശം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ഇതിലേക്ക് നൽകിയ ദാനധർമ്മങ്ങൾ ബലാഇനെ തടുക്കുന്ന ധർമ്മമാക്കണേ അല്ലാഹ്. മുസീബത്തിനെ തടുക്കുന്ന ധർമ്മമാക്കണേ അല്ലാഹ്. ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. ഇനിയും 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 ഒരുപാട് കാലം ആഫിയത്തോടെ, ഇസ്സത്തോടെ, ഹിമ്മത്തോടെ, സാമ്പത്തിക തളർച്ചയില്ലാതെ, ഒരാളൊന്നിൽ കൈനീട്ടി യാചിക്കാതെ, ബാങ്കിൽ നിന്ന് ജപ്തി ബില്ല് വരാതെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ, ഒട്ടിപ്പലിശക്കാരെ അടിമപ്പെടാതെ, മാന്യമായി മക്കളെ പോറ്റാനുള്ള തൊഴിലെടുത്തിട്ട് കടമില്ലാതെ കുടുംബം പോറ്റിയിട്ട് പ്രാരാബ്ദങ്ങളും ബാധ്യതകളും ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് റാഹത്തോടെ ഞങ്ങളെ ജീവിപ്പിച്ച് അവസാനം മരിക്കുമ്പോ ഈ മാൻകിട്ടി മൗത്താക്കണേ അല്ലോ. സ്വർഗം കൊണ്ട് മൗത്താക്കണേ അല്ലാ. ഖബർ വിശാലമാക്കണേ അല്ലാ. പാമ്പാട് പാമ്പാട് പാമ്പാണ്, തേളാണ് തേളാണ്, പട്ടികളും നായകളും പാമ്പുകളും കാഷ്ടിക്കുന്ന പള്ളിക്കാട്ടിന്റെ ഏതോ ഒരു മുക്കയിൽ ഞങ്ങളെ കടത്തുമ്പോ ഞങ്ങളെ സൽക്കർമ്മങ്ങളെ കൂട്ടാളിയാക്കി ദുഷ്കർമ്മങ്ങളെ പുറത്തു തരണേ റബ്ബേ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ അപരാധങ്ങൾ പൊറുക്കണേ അല്ലാ. തലമുടി മറക്കുന്ന ഉമ്മമാരാക്കണേ അല്ലാ. ഔറത്ത് മറക്കുന്ന ഉമ്മമാരാക്കണേ അല്ലാ. നാണമുള്ള ഉമ്മമാരാക്കണേ അല്ലാ. ലജ്ജയുള്ള ഉമ്മമാരാക്കണേ അല്ലാ. തിരൂരിലേക്കും മറ്റു ഷോപ്പിങ്ങിന് വേണ്ടി പോകുമ്പോ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോ, സ്റ്റോറുകളും ബസ് സ്റ്റാൻഡുകളും ടെക്സ്റ്റൈൽസുകളും ഒക്കെ ആടി ഉലഞ്ഞിട്ട് പുഴുക്കൾ തിളയ്ക്കുന്ന പെണ്ണുങ്ങളാക്കി ഞങ്ങളെ നാട്ടിലെ പെണ്ണുങ്ങൾ ആരെയും മാറ്റല്ല റബ്ബേ. ഞങ്ങളെ പെൺകുട്ടികളെ പിശാച്ച് വഴിതെറ്റിക്കാൻ വേണ്ടി പറക്കുമ്പോ അവരെ കാക്കണേ റബ്ബേ. ഞങ്ങളെ ഭാര്യമാരെ റാഞ്ചാൻ വേണ്ടി പിശാച്ച് ശ്രമിക്കുമ്പോ ഒരു ഈമാന് വർദ്ധിപ്പിച്ച് കാക്കണേ റബ്ബേ. ഞങ്ങളെ കൈമലശ്ശേരി വന്നിട്ടുള്ള ഒരാണുങ്ങളെയും പെണ്ണുങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും കഷ്ടപ്പെടുത്തല്ല റബ്ബേ. മുത്തഖിയും മുഖ്ലിസുമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാളെ മഹ്ശറാവും സബിൽ ഞങ്ങൾ വരുമ്പോ ഹിസാബിൽ വിവരിച്ച് സ്വർഗത്തിൽ കടക്കാനും മുത്തനബിന്റെ തിരുക്കല്യാണം കാണാനും ഞങ്ങൾക്ക് ഞങ്ങളെ മരണപ്പെട്ടു പോയവർക്കും സ്നേഹിച്ചവർക്കും സഹായിച്ചവർക്കും തൗഫീഖ് നൽകണേ റബ്ബേ. അന്നൊരിക്കൽ ഞങ്ങളെ ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് സമസ്ത കേരള സുന്നി ശുൻസ് ഫെഡറേഷൻ വഴിവേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് ദീന്റെ ചട്ടക്കൂട് വേണ്ടി നൽകിയവരാണ്. അതിന് വേണ്ടി ശ്രമിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹ് 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 അവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അവരുടെ മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിദേശത്തും സ്വദേശത്തുമുള്ള പഠനത്തിലും ജീവിതത്തിലുമൊക്കെ സന്തോഷം
നൽകണേ അല്ലാ. അവരുടെ വേദനകൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഗ്യാസ് ദുരന്തത്തിൽ മരണപ്പെട്ടവരുണ്ട്, പുറത്തു കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ റബ്ബേ. അപകടത്തിൽ കൈ നഷ്ടപ്പെട്ടവരുണ്ട്, ക്ഷമ കൊടുക്കണേ റബ്ബേ. ഓരോരോ പൈതൃകങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നീ ശിഫയും ശമനവും നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആക്ക് ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ദുആക്ക് ഉത്തരം നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി.